എല്ലാവർക്കും നമസ്കാരം. ഫ്രൂട്ട് ഗാർഡനിലേക്ക് സ്വാഗതം. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ ഈ വെയിൽ സമയങ്ങളിൽ പച്ചക്കറികൾക്കെല്ലാം നല്ല നന ആവശ്യമുള്ള ടൈമാണ്. അപ്പം ഈ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ മഴയൊന്നും തീരെ ഇല്ലാത്ത ടൈമും കൂടിയാണല്ലോ. അപ്പം നമ്മൾ നന്നായിട്ട് നനച്ചു കൊടുക്കണം. പച്ചക്കറി കൃഷിയുള്ളവരാണെങ്കിൽ എന്താണേലും എന്ത് കൃഷിയാണ്, ഇപ്പോൾ വാഴയൊക്കെ ആണെങ്കിലും ശരിക്കും നനച്ചു കൊടുത്താലേ അത് നന്നായിട്ട് വളരുള്ളൂ, അല്ലെങ്കിൽ അത് ഉണങ്ങിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്. നമ്മളിപ്പം നന്നായിട്ട് രാവിലെയും വൈകിട്ടും എല്ലാം പച്ചക്കറികൾ നനയ്ക്കുന്നുണ്ട്, അല്ലെങ്കിൽ വാടി നിൽക്കുക പോലെ ആണ്. അപ്പം നനച്ചു കൊടുക്കുമ്പോൾ കണ്ടില്ലേ, ഇങ്ങനെ നമ്മളൊരു സാധനം ഇങ്ങനെ വാങ്ങിച്ച് നനയ്ക്കുകയാണെങ്കിൽ ഷവർ പോലെ ഇത് ഉപയോഗിക്കാം. വെള്ളം ഒന്നിച്ച് പച്ചക്കറികളുടെ മണ്ടയിൽ വീഴാതെ ഇങ്ങനെ നമുക്ക് ഒഴിക്കാം. കണ്ടോ, ഷവറിൽ നിന്ന് വീഴുന്ന പോലെ, മഴ വീഴുന്ന പോലെ തന്നെ ഇത് പച്ചക്കറികളിൽ വീണോളും. നേരിട്ട് വീഴാതെ ചോടും എല്ലാ ഭാഗവും ഒന്ന് നനയും, ഇലകളും ആ ചോടും എല്ലാം നനഞ്ഞു പോകും. ഇനി ഒന്നിച്ച് വീഴുമ്പോൾ ചെറിയ പച്ചക്കറികളൊക്കെ ആണെങ്കിൽ അതിൻ്റെ മണ്ടയിലോട്ട് വെള്ളം നമ്മൾ എടുത്ത് ഒഴിക്കുകയാണെങ്കിൽ അത് വെള്ളം വീണ് തന്നെ പോകാൻ ചാൻസ് ഉണ്ട്. ചെറിയ പച്ചക്കറികളൊക്കെ ഉണ്ടല്ലേ. ഇത് നമ്മുടെ മുളക് തൈ, അതുപോലെ തന്നെ മുളക് തൈയൊക്കെ നമ്മൾ വീണ്ടും നട്ടിരിക്കുന്നതാണ്. അതിനൊക്കെ ഇതുപോലുള്ള വലിയ ആരോഗ്യമില്ലാത്ത ചെടികളൊക്കെയാണ് മുളക് തൈയൊക്കെ. അതിൻ്റെ മണ്ടയിലോട്ട് വെള്ളം ആഞ്ഞു വീഴുകയാണെങ്കിൽ അത് നശിച്ചു പോകും. കണ്ടോ, ഇങ്ങനെ ഒഴിക്കുകയാണെങ്കിൽ ഇത് നമ്മൾ മേടിച്ചതാണ്. ഇതിങ്ങനെ മേടിച്ചൊഴിക്കണം ചെടികളിൽ വെള്ളം